അതുപോലെ ഈ കോർണറിലാണ് നമുക്ക് വാഷ് ബേസും വരുന്നത്. വാഷ് ബേസിൻ്റെ അടിയിലാണ് നമ്മൾ ഫ്ലോർ ട്രാപ്പ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ഈ ബാത്റൂമിൽ വേറെ കോർണർ കിട്ടില്ല, അതുകൊണ്ടാണ് ഈ ബേസിൻ്റെ അടിയിൽ ഫ്ലോർ ട്രാപ്പ് വന്നിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ 1.5 പൈപ്പ് കോർണറിലേക്ക് നീക്കാത്തതിൻ്റെ കാരണം ആ വരിയിൽ മുഴുവൻ വലിയ കരിങ്കല്ലാണ്. ഈ കാണുന്ന ബെൽറ്റിൻ്റെ ടോപ്പാണ് നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ഫ്ലോർ വരുന്നത്. നമ്മൾ ബാത്റൂമിൽ ഫ്ലോർ ട്രാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഈ മോഡൽ ഫ്ലോർ ട്രാപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ കട്ടിങ്ങിലേക്ക് നമുക്ക് ഈ 4-5 പൈപ്പ് ഇറക്കി വയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഷട്ടർ നമുക്ക് മുകളിലേക്ക് പൊന്തിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഷട്ടർ മുകളിലേക്ക് പൊന്തിച്ചിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട്. ബാത്റൂമിലത്തെ ഫ്ലോറിലെ പൈപ്പുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ